ഫാസിസം എന്ന് പറയുമ്പോൾ ഉടനെ ചിലർ വന്ന് പറയും, എന്ത് ഫാസിസം? ഇന്ത്യയിൽ ഫാസിസം ഒന്നുമില്ല. ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഫാസിസം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെന്നൊന്ന് കാണിച്ചതായെന്ന്. ഇന്ത്യയിൽ ഫാസിസം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചു തരികയാണ് ഈ വീഡിയോയിലൂടെ. ജർമ്മനിയിൽ നിന്ന് ഇന്ത്യൻ ഫാസിസം എന്തെങ്കിലും പഠിച്ചോ? കേരളത്തിലും യു പിയിലും മാത്രമേ ഉള്ളോ ലവ് ജിഹാദ്? അല്ല, അങ്ങ് നാസി ജർമ്മനിയിലും ഉണ്ടായിരുന്നു. ഒരു ജർമ്മൻ സ്ത്രീക്ക് ഒരു ജൂതനുമായി പ്രണയത്തിലാകാമോ എന്ന് നാസികൾ ഉന്നയിച്ച വംശീയ ചോദ്യം പോലെ തന്നെയാണ് ഇന്ത്യയിലെ ഒരു ഹിന്ദു സ്ത്രീക്ക് ഒരു മുസ്ലിമിനെ പ്രണയിക്കാൻ സാധിക്കുമോ എന്നതും. അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാന ശബ്ദങ്ങളിലൊന്നായ തോമസ് പെയിന്റെയും ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിറാവു ചിന്തകളെ സമന്വയിപ്പിക്കുന്ന പെയിൻ ഫുലെ ഫൗണ്ടേഷൻ അടുത്തിടെ നടത്തിയ ഒരു പരിപാടിയിൽ നടന്ന ഒരു പ്രഭാഷണത്തെ അധികരിച്ചുള്ളതാണ് ഈ വീഡിയോ. ലോകത്തിന്റെ പല ഭാഗത്തുള്ള പല കാലങ്ങളിലുള്ള ഫാസിസ്റ്റ് പ്രവണതകളെക്കുറിച്ച് പഠിക്കുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്കോളേഴ്സിൽ പ്രമുഖനായ കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ ജാസൻ സ്റ്റാൻലിയുടെ പ്രഭാഷണമാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടാം. ജാസൻ സ്റ്റാൻലി ആ പ്രഭാഷണത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഫാസിസം പ്രവർത്തിക്കുന്നത് എന്നത്. ഫാസിസത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ ഫാസിസത്തിന്റെ പ്രയോഗ രീതികളെക്കുറിച്ചാണ്. ഫാസിസത്തെക്കുറിച്ചുള്ള തൻ്റെ പഠനത്തിൻ്റെ കേന്ദ്രബിന്ദു ഇന്ത്യ ആയതുകൊണ്ട് തൻ്റെ 2 പുസ്തകങ്ങളായ ഹൗ ഫാസിസം വർക്ക്സ്, ഇറേസിംഗ് ഹിസ്റ്ററി ഇന്ത്യയെ ഒരു പ്രാഥമിക ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്നു. 2 ഫാസിസ്റ്റ് സാഹചര്യങ്ങൾ ഒരിക്കലും ഒരുപോലെയല്ല. അതായത് ജർമ്മനിയെ ഇന്ത്യയുമായി കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതിന് കാരണം ഇന്ത്യയുടെ ഘടന തന്നെ അല്പം വ്യത്യസ്തമാണ്. ഫാസിസത്തിന് വളമായി തീരാറുള്ള മതം, വംശീയത, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ എന്നിവയ്ക്ക് മുമ്പേ തന്നെ ഇന്ത്യയിൽ ജാതി എന്നൊരു ഘടന നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സാമ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്കതിലേക്ക് വരാം. ന്യൂനപക്ഷത്തിന്റെ ബലിയാടാക്കൽ അഥവാ സ്കേപ്പ് ഗോട്ടിംഗ്, ഭരണകൂടത്തിന്റെ മിത്തോളജിയിലുള്ള ആശ്രിതത്വം, സ്ത്രീ ശരീരത്തിന്റെ ലൈംഗികതയുടെ മേലുള്ള നിയന്ത്രണം, അറിവ് നേടലിനോടുള്ള വിരുദ്ധത അഥവാ ആന്റി ഇന്റലക്ച്വലിസം. പിന്നെ ഈ പിന്തിരിപ്പൻ കാലത്ത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതും പറയാം നമുക്ക്. പാശ്ചാത്യ സമൂഹങ്ങളിലെ ഫാസിസം വംശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ പുതിയ കാലത്തെ ഇന്ത്യൻ ഫാസിസം പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്നാണ് ജാസൻ സ്റ്റാൻലി പറയുന്നത്. നൂറ്റാണ്ടുകളായി ഒരിക്കലും ഒത്തുചേരാതിരുന്ന പല വംശങ്ങളെ ഒരു മതത്തിന്റെ പേരിൽ ഒരുമിച്ച് ചേർത്ത് മറ്റൊരു മതത്തെ ബലിയാടാക്കി ശത്രുപക്ഷത്ത് പ്രവർത്തിക്കുക. ഫ്രഞ്ച് അമേരിക്കൻ സൈദ്ധാന്തികനായ റെനെ ജിറാൾഡ് ഇതിനെ വിളിച്ചതാണ് സ്കേപ്പ് ഗോട്ടിംഗ് എന്നത്. അതായത് വ്യത്യസ്ത ഗ്രൂപ്പുകളെ ഒന്നിപ്പിച്ച് ഒരു രാഷ്ട്രീയ സമൂഹം സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു നിരപരാധിയെ ബലിയാടാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലെ ഒരു ബലിയാടാക്കലിൻ്റെ മികച്ച ഉദാഹരണമാണ് വിവിധ ജാതികളെ ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഇന്ത്യ മുസ്ലിം ന്യൂനപക്ഷത്തെ ഉപയോഗിച്ചു എന്നത്. ജർമ്മനിയിൽ നിന്ന് ഇന്ത്യൻ ഫാസിസം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ പഠിച്ചിട്ടുണ്ട്. VD സവർക്കറും MS ഗോൾവാൾക്കറും യഹൂദരോടുള്ള നാസികളുടെ പെരുമാറ്റം ശ്രദ്ധയോടെ പഠിച്ചു. ഇന്ത്യയിലെ മുസ്ലിം ജനതയെ ലക്ഷ്യമിടുന്നതിനായി ഒരു മാതൃകയായി അവരത് സ്വീകരിച്ചു. ഹിന്ദുത്വ ദേശീയതയുടെ ഫാസിസ്റ്റ് പ്രതിരൂപങ്ങൾ ഉപയോഗിച്ച തന്ത്രങ്ങളും സിദ്ധാന്തങ്ങളും ഞാൻ എഴുതിയ ഹൗ ഫാസിസം വർക്ക്സ് എന്ന ബുക്കിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം ദ മിത്തിക് പാസ്റ്റ് എന്നാണ്. അതായത് പണ്ട് കാലം വളരെ നിഷ്കളങ്കവും നിർമ്മലവും വിശുദ്ധവുമായിരുന്നു. അങ്ങനെ സുന്ദരമായ ഒരു മിത്തോളജിക്കൽ ഭൂതകാലത്തെക്കുറിച്ച് ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ശുദ്ധമായ ഭൂതകാലം ഒരു ഹിന്ദു ഭൂതകാലമാണെന്നതാണ് അവകാശവാദം. ആദ്യം ഞങ്ങൾ ശുദ്ധരായിരുന്നു എന്നും പിന്നീട് ഞങ്ങൾ ആക്രമിക്കപ്പെടുകയും അശുദ്ധരാക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനം. ജർമ്മൻ വിശുദ്ധിയെ മലിനമാക്കിയത് ജൂതരായ കീടങ്ങളെന്ന് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യയിൽ ഈ പ്രയോഗം മുസ്ലിങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. ഈ മിത്തോളജിക്കൽ ഭൂതകാലം ഉറപ്പിക്കാൻ വേണ്ടി ഫാസിസം മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിക്കുന്നുണ്ട്. പ്രബലമായ ഭൂരിപക്ഷ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ലൈംഗിക ഉത്കണ്ഠയാണിത്. നിങ്ങൾ പറയുന്ന ശുദ്ധമായ ഭൂതകാലത്തിനെ കളങ്കപ്പെടുത്തിയത് ആദ്യം മണ്ണ് കീഴടക്കി, പിന്നെ പെണ്ണിനെ വശീകരിച്ച് കീഴടക്കി. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സംഘികൾക്ക് ബ്രിട്ടീഷ് ഭരണം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ സവർക്കർ ബ്രിട്ടീഷുകാരോട് മാപ്പ് അപേക്ഷിച്ച് തൻ്റെ ശ്രദ്ധ മുസ്ലിങ്ങളിലേക്ക് തിരിച്ചത്. അന്ന് ഭാരത മണ്ണ് കീഴടക്കിയ മുഗളന്മാർ ഇന്ന് നമ്മുടെ പെണ്ണിനെ നോട്ടമിടുന്ന മുസ്ലിങ്ങൾ. അതിൻ്റെ വിളിപ്പേര് നമുക്കെല്ലാം അറിയാം. എന്താണ്? ലവ് ജിഹാദ്.
കേരളത്തിലും യു പിയിലും മാത്രമേ ഈ ലവ് ജിഹാദ് ഉള്ളോ? അല്ല, നാസി ജർമ്മനിയിലും ഉണ്ടായിരുന്നു. ഏത് ഫാസിസ്റ്റ് ഭരണകൂടത്തെ പോലെ തന്നെ അപരമത വിദ്വേഷമാണ് അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ആണിക്കല്ല്. ജൂത വിരുദ്ധത നിറഞ്ഞതായിരുന്നു നാസി രാഷ്ട്രീയവും അതിന്റെ പ്രചാരണവും. ഒരു ജൂതൻ എന്നാൽ ജർമ്മനി എന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢാലോചനക്കാരനായും ജർമ്മൻ സമ്പദ് വ്യവസ്ഥ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്ന അത്യാഗ്രഹിയായ ബാങ്കറായും ലോകത്തെ നിയന്ത്രിക്കുന്ന പാവകളിക്കാരനായും ചിത്രീകരിക്കപ്പെട്ടു. എന്നാൽ അധികമാരും ചർച്ച ചെയ്യാതെ പോയത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ എങ്ങനെ ലവ് ജിഹാദ് ആരോപിക്കുന്നു, അതുപോലെ ജർമ്മനിയിലെ ജൂത പുരുഷന്മാരുടെ മേലുള്ള ആരോപണം അവർ ആര്യൻ യുവതികളെ വശീകരിച്ച് ദുഷിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ എന്നായിരുന്നു. ജൂതരും ആര്യന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ച നാസികളും തമ്മിലുള്ള ഒത്തുചേരൽ, മിക്സിംഗ് ഈ ജർമ്മൻ സമൂഹത്തിന് അടിസ്ഥാനപരമായ ഭീഷണി ഉയർത്തുന്നു. ഇത് നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് ലൈംഗികതയെ വംശീയ വിദ്വേഷത്തിന്റെ ഒരു പ്രധാന പ്രത്യയശാസ്ത്ര ആയുധമാക്കുക എന്നതായിരുന്നു. നിഷ്കളങ്കവും കുലീനവുമായി ചിത്രീകരിക്കപ്പെട്ട ജർമ്മൻ യുവതിയുടെ പുറകെ നടക്കുന്ന വിരൂപനും കുടിലനും നിറഞ്ഞതായ ജൂതൻ. അവൾ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, അവൻ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവൾ യുവതിയും സുന്ദരിയുമാണ്, അവൻ വൃദ്ധനും വിരൂപനുമാണ്. ഈ കോൺട്രാസ്റ്റ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. ഇത്തരം ചിത്രീകരണം അഥവാ അപരവൽക്കരണം ശത്രു ആരെന്നത് നിർവചിക്കുക മാത്രമല്ല, തങ്ങൾ ആരാണെന്ന് നിർവചിക്കാൻ കൂടി ഹിറ്റ്ലറെയും കൂട്ടരെയും സഹായിച്ചു. അവരെന്താണോ ഞങ്ങളതല്ല. ജർമ്മൻ യുവതികളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി മുഖംമൂടി ധരിച്ചു നടക്കുന്ന ജൂതരുടെ കാർട്ടൂണുകൾ വ്യാപകമായി നാസി ഭരണത്തിന്റെ കീഴിൽ പ്രചരിച്ചു. ഇത്തരം പ്രചരണം എന്ന് പറയുന്നത് മറ്റൊരു ഫാസിസ്റ്റ് തന്ത്രമായിരുന്നു. ജർമ്മൻ യുവതി വേട്ടയാടപ്പെടുന്നവളും ജൂതൻ വേട്ടക്കാരനും എന്ന ദ്വന്ദ്വം അരക്കിട്ടുറപ്പിക്കാൻ സാധിച്ചു. അതിലെ ക്രൂരമായ തമാശ എന്തായിരുന്നു? നാസി ജർമ്മനിയിലെ ജൂത ജർമ്മൻ ബലതന്ത്രത്തിൽ നാസി ജർമ്മൻ വേട്ടക്കാരനും ജൂതൻ വേട്ടയാടപ്പെടുന്നവനുമായിരുന്നു. ഇന്ത്യയുടെ കാര്യമെടുത്താലോ, 20% വരുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയെ വിഴുങ്ങി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന കുടിലത നിറഞ്ഞവർ. അവർ മാംസം കഴിക്കും, ബഹുഭാര്യാത്വമുണ്ട്, റോഡിൽ നിസ്കരിക്കും, ഭക്ഷണത്തിൽ തുപ്പും, നമ്മുടെ കന്യകമാരെ വശീകരിച്ച് മതം മാറ്റും. എന്നാൽ 80% വരുന്ന ബാക്കിയുള്ളവരോ നിഷ്കളങ്കർ, ചതിയും വഞ്ചനയും അറിയാത്തവർ, സസ്യബുക്കുകൾ, കുലീനർ. ഇതൊക്കെയാണ് നമ്മൾ. ഇത്തരം വ്യാജ ദ്വന്ദ്വങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സ്ത്രീയുടെ ലൈംഗികതയെ ആധുനികവൽക്കരിക്കുക, അതുപയോഗിച്ച് വംശീയത ഊട്ടിയുറപ്പിക്കുക എന്നത് ജർമ്മനിയിൽ ഫലിച്ച തന്ത്രം തന്നെ ഇന്ത്യയിലും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു ജർമ്മൻ സ്ത്രീക്ക് ജൂതനുമായി പ്രണയത്തിലാകാമോ എന്ന് നാസികൾ ഉന്നയിച്ച വംശീയ ചോദ്യം പോലെ തന്നെയാണ് ഇന്ത്യയിലെ ഒരു ഹിന്ദു സ്ത്രീക്ക് ഒരു മുസ്ലിമിനെ പ്രണയിക്കാൻ സാധിക്കുമോ എന്നതും. ഹിന്ദു സ്ത്രീകൾ മുസ്ലിങ്ങളുമായി പ്രണയത്തിലാകാമെന്ന് ഹിന്ദുത്വ തന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതേ ശ്വാസത്തിൽ ഹിന്ദുത്വവാദികൾ പറയും, അങ്ങനെ പ്രേമം പറ്റില്ല, കാരണം അവൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുകയാണ്, സ്വന്തമായി തീരുമാനിക്കാനുള്ള കഴിവ് അവൾക്കില്ല, അവൾക്ക് വേണ്ടി ഹിന്ദു പുരുഷന്മാർ തീരുമാനിക്കും, അതുകൊണ്ടാണ് ഹിന്ദു ജനതയുടെ 50% വരുന്ന ഹിന്ദു സ്ത്രീകളുടെ സ്വയം നിർണയ അവകാശത്തെ കൂടി ഹനിക്കുന്നതാണ് ലവ് ജിഹാദ് എന്ന്. ഫാസിസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്? ജ്ഞാനവിരുദ്ധത, അറിവ് തേടലിനോടുള്ള ഒരുതരം അസൂയ, ആന്റി ഇന്റലക്ച്വലിസം. അതിൽ പ്രധാനം എന്ന് പറയുന്നത് അറിവിന്റെ കേന്ദ്രങ്ങളെ ദേശവിരുദ്ധതയുടെ വിളനിലങ്ങളായി മുദ്രകുത്തുക എന്നതാണ്. 1ാം മോദി സർക്കാരിന്റെ കാലത്ത് നാം അത് കണ്ടതാണ്. ആദ്യം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ JNU, ഗവേഷകരെയും അധ്യാപകരെയും ജയിലിലടക്കൽ, സിലബസ് മാറ്റാനുള്ള ശ്രമം, അങ്ങനെ പോകുന്നു. നോട്ട് നിരോധനത്തെ വിമർശിച്ചുകൊണ്ട് നോബൽ ജേതാവ് അമർത്യ സെൻ സംസാരിച്ചപ്പോൾ മോദി അതിനോട് പ്രതികരിച്ച് ഹാർവാർഡ് അല്ല, ഹാർഡ് വർക്കാണ് പ്രധാനമെന്നായിരുന്നു. ഒരിടത്ത് ഹാർവാർഡിനെ കുറിച്ച് വിളമ്പുന്ന ബുദ്ധിജീവികൾ, മറുവശത്ത് ഒരു പാവപ്പെട്ട അമ്മയുടെ മകൻ കഷ്ടപ്പെട്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നന്നാക്കാൻ ശ്രമിക്കുന്നു. ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ്, നീ ഞങ്ങളോടൊപ്പമല്ല എങ്കിൽ നീ ഞങ്ങളുടെ ശത്രുവാണ് എന്ന പ്രഖ്യാപനം. എല്ലാ വിഷയങ്ങളും നല്ലത് ചീത്ത, നിഷ്കളങ്കം കുടിലം, ബുദ്ധിജീവി പ്രായോഗിക ജീവി എന്നീ വ്യാജ ദ്വന്ദ്ങ്ങളാൽ തളച്ചിടാൻ ഫാസിസത്തിന് വളരെ എളുപ്പമാണ്. മറ്റ് രാജ്യങ്ങളിലെ ഉരുക്കുമുഷ്ടിക്കാരായ ഭരണാധികാരികൾ എങ്ങനെയാണ് ഈ ആന്റി ഇന്റലക്ച്വലിസം ഉപയോഗിച്ചതെന്ന് നോക്കാം. ഹംഗറിയുടെ ഭരണാധികാരിയായ ഓർബാൻ രാജ്യത്തെ പ്രധാന ലിബറൽ സർവകലാശാലയായിരുന്ന സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയാണ് ആദ്യം ലക്ഷ്യമിട്ടത്. സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിക്ക് വിയന്നയിലേക്ക് മാറേണ്ടി വന്നു. അമേരിക്കയിലും സമാനമായ നീക്കങ്ങൾ നാം അടുത്തിടെ കണ്ടു. ജൂതവിരുദ്ധത എന്ന് പറഞ്ഞ് ട്രംപ് ആദ്യം കൊളംബിയ യൂണിവേഴ്സിറ്റിയെ, പിന്നീട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ ലക്ഷ്യം വെച്ചു. ഓർബാന് ട്രംപിനോട് കടുത്ത ആരാധന. തിരിച്ചും ട്രംപിനെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചത് ആരാണെന്ന് നമുക്കറിയാമല്ലോ. അമേരിക്ക കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായ ടോണി മോറിസിന്റെ നോവലുകളിൽ സിലബസിൽ നിന്ന് തന്നെ ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണ്? അവർ ഒരു കടുത്ത വർഗ്ഗക്കാരിയാണ്, അമേരിക്കയിലേക്ക് നോബൽ സമ്മാനം കൊണ്ടുവന്നു എന്നതൊന്നും വെള്ളക്കാരായ വംശീയവാദികൾക്ക് വിഷയമേയല്ല. നമ്മളുടെ ഇന്ത്യയിൽ 12ാം ക്ലാസ്സിലെ NCERTCയുടെ ചരിത്ര പാഠപുസ്തകത്തിൽ 2023 വരുത്തിയൊരു മാറ്റം ഇങ്ങനെയായിരുന്നു. തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 3 എന്ന പുസ്തകത്തിൽ മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന അധ്യായത്തിൽ ഒരു പാരഗ്രാഫിൽ ചെറിയൊരു പരിഷ്കാരം.
പരിഷ്കരിച്ച ഖണ്ഡിക ഇങ്ങനെയാണ്. എന്താണ്? ജനുവരി 30 വൈകുന്നേരം തന്റെ ദൈനംദിന പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഗാന്ധിജിയെ ഒരു ചെറുപ്പക്കാരൻ വെടിവെച്ചു കൊന്നു. പിന്നീട് കീഴടങ്ങിയ കൊലയാളിയുടെ പേര് നാഥുറാം ഗോഡ്സെ എന്നായിരുന്നു. തിരുത്തലിന് മുമ്പ് എന്തായിരുന്നു ആ പാരഗ്രാഫ് എന്നറിയാമോ? ഗാന്ധിജിയെ ഒരു ചെറുപ്പക്കാരൻ വെടിവെച്ചു കൊന്നു. പിന്നീട് കീഴടങ്ങിയ കൊലയാളി പൂനെയിൽ നിന്നുള്ള നാഥുറാം ഗോഡ്സെ എന്ന ബ്രാഹ്മണനായിരുന്നു. ഗാന്ധിജിയെ മുസ്ലിങ്ങളുടെ പ്രീണനക്കാരനായി ചിത്രീകരിച്ച അദ്ദേഹം തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഹിന്ദു പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. ഏത് രീതിയിലാണ് അത് എഡിറ്റ് ചെയ്ത് മാറ്റിയെന്ന് നോക്കൂ. അതിന്റെ തലേ വർഷം 6 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? 2002 ഗുജറാത്ത് കലാപം, ശീതയുദ്ധം, മുഗൾ കോടതികൾ, വ്യാവസായിക വിപ്ലവം, പിന്നെ ചില ദളിത് എഴുത്തുകാരെയും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കി. പറഞ്ഞു വന്നത് ജർമ്മനി ആയാലും ഹംഗറിയിലായാലും ഇന്ത്യയിലായാലും ഫാസിസത്തിന്റെ ലക്ഷ്യങ്ങൾ ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ, ബുദ്ധിജീവികൾ, മാധ്യമങ്ങൾ, സർവകലാശാലകൾ, പിന്നെ സ്ത്രീകളുടെ ലൈംഗികതയും സ്വയം നിർണയാവകാശവും ഇതൊക്കെയാണ്. എന്നാൽ ഇന്ത്യ നൽകുന്ന വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിന്റെ കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ പ്രത്യേകതയാണ്. സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള ഇന്ത്യൻ ഫെഡറൽ സംവിധാനം കൊണ്ട് കേന്ദ്രത്തിന്റെ അടിച്ചേൽപ്പിക്കലിന് ഒരു പരിധിവരെ തടയിടാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിനെ തകർക്കാൻ വേണ്ടി കെട്ടിയിറക്കിയ ഗവർണറെ സുപ്രീം കോടതി നിലയ്ക്ക് നിർത്തിയത് നാം കണ്ടതാണ്. രാജ്ഭവനിലെ പൊതുപരിപാടിയിൽ ഇന്ത്യയുടെ പതാകയ്ക്ക് പകരം RSSന്റെ കാവി പതാകയെ പൂജിച്ചതിനെതിരെ നൽകിയ വലിയ പ്രതിഷേധം നാം കണ്ടതാണ്. ഗവർണറെ അനുകൂലിച്ച് BJP നടത്തിയ ഭാരതാംബ പരിപാടിയിൽ വെച്ചത് ഇന്ത്യൻ പതാക എഴുതുന്ന ഭാരതാംബ ആയിരുന്നല്ലോ, അല്ലാതെ RSSന്റെ കൊടിയായിരുന്നില്ല. ഇന്ത്യ ഏത് വഴിയാണ് പോകുന്നത്? ഫാസിസത്തിന്റെ വഴിയാണോ? നമുക്കിവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഏകോദര സഹോദരങ്ങളായി ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ വളരെ ശക്തമാണ്. അതിന് ഉദാഹരണമായി നാം ഡൽഹിയിലേക്ക് നോക്കുക. രാഹുൽ ഗാന്ധി വരുമോ എന്ന് കാത്തിരിക്കും. അങ്ങനെ രക്ഷകർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ വിദ്വേഷ ശക്തികൾക്കെതിരെ നമ്മുടെ ചെറിയ ശബ്ദങ്ങൾ കൊണ്ട് ചെറുത്താൽ മതി. അനേകം അരുവികൾ ചേർന്ന് പുഴയാകുന്നത് പോലെ പ്രതിരോധത്തിന്റെ ചെറിയ ശബ്ദങ്ങൾ ഫാസിസത്തിനെതിരെ വലിയ കോട്ട ഉയർത്തും. നാം ഒരു തോറ്റ ജനതയല്ല. ഇതാണ് ആ ലേഖനം നിങ്ങൾക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പ്രസംഗം. അതാണ് നമ്മൾ ആർക്കും രക്ഷകന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നത് പോലെ ഫാസിസത്തിനെതിരെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളെങ്കിലും വല്ലപ്പോഴുമെങ്കിലും ഒന്ന് പുറപ്പെടുവിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. എൻ്റെ അതിനുള്ളൊരു എളിയ ശ്രമമാണ് ഈ വീഡിയോ ഒക്കെ.